ജീവിതത്തിൽ ഉയർച്ചയുടെ പടവുകൾ കയറാൻ ആഗ്രഹമില്ലാത്തവരല്ല ആരും തന്നെ. എന്നാൽ ചില മോശം ശീലങ്ങൾ അതിൽ നിന്ന് നമ്മെ പിന്തിരിപ്പിക്കാറുണ്ട്. മദ്യപാനം അതിലൊന്നാണ്. ആരോഗ്യത്തെയും കുടുംബത്തെയും സാമ്പത്തിക നിലയും തകർക്കുന്ന ഒരു ദുരവസ്ഥയാണ്. പലരും ഇത് ഉപേക്ഷിക്കാൻ ആഗ്രഹിക്കുകയും വീണ്ടും അതിലേക്ക് തന്നെ തിരിയുകയും ചെയ്യുന്നു. ഇതിന് പിന്നിൽ ആത്മീയമായും മാനസികമായും ഗ്രഹങ്ങളുടെ പ്രഭാവാത്മകപരമായ ചില സ്വാധീനങ്ങൾ ഉണ്ടാകാൻ ഇടയുണ്ട്. ജ്യോതിഷശാസ്ത്രപ്രകാരം ഒരു വ്യക്തിയുടെ മദ്യപാന ആസക്തിയുടെ കാരണം തേടുമ്പോൾ ശനി, രാഹു, കേതു, ചന്ദ്രൻ എന്നിവയുടെ സ്ഥാനത്തിന് പരമപ്രധാനമായ പ്രാധാന്യം നൽകുന്നുണ്ട്. ചിലർക്ക് ജനനസമയത്ത് തന്നെ ഇവ ദുർബലമായിരിക്കാൻ സാധ്യതയുള്ളതിനാൽ ജീവിതത്തിൽ ആസക്തികളിൽ അടിമപ്പെടാനുള്ള സാധ്യത കൂടും. ശനി, രാഹു, കേതു എന്നിവ ശക്തിയായും ദോഷമായും ബാധിച്ചാൽ ഒരാളുടെ നിയന്ത്രണ ശക്തിയും മനോബലതകളും ക്ഷയിച്ചു പോകും. ചന്ദ്രന്റെ ബലക്കുറവും മാനസിക വേദനയും അസ്വസ്ഥതകളുടെയും പ്രധാന കാരണമായി ഭവിക്കുന്നു. ഇത് പലപ്പോഴും മദ്യപാനം പോലുള്ളതും അതിൽ നിന്നും ഉയർന്ന ആസക്തികളിലേക്കും മനുഷ്യനെ നയിക്കും. എന്നാൽ എന്ത് പ്രശ്നത്തിനും ഒരു പരിഹാരമുണ്ടെന്ന് പറയുന്നത് പോലെ നമ്മുടെ ആചാര്യന്മാർ ഇതിനുള്ള ഉപായങ്ങൾ നേരത്തെ പറഞ്ഞു വച്ചിട്ടുണ്ട്. അത് അനുഷ്ഠിക്കാനുള്ള മാനസിക നിലയിലേക്ക് നാം എത്തണമെന്ന് മാത്രം. മന്ത്രജപം, ധ്യാനം, ഉപവാസം, സത്സംഗം, വിശേഷാൽ പൂജകൾ തുടങ്ങി ഒട്ടനവധി ഉപായങ്ങൾ ഇതിൻ്റെ പരിഹാരമായുണ്ട്. ഇത് ശീലമാക്കുന്നതിലൂടെ ഒരു വ്യക്തിയുടെ മനസ്സിൽ പ്രത്യാശ ഉണരുകയും പിരിമുറക്കം കുറയുകയും നല്ലൊരു ജീവിതം എന്ന സ്വപ്നം ഉണ്ടായി വരികയും ചെയ്യും. നിങ്ങളോ നിങ്ങളുടെ കുടുംബത്തിലുള്ള ഒരാളോ മദ്യപാനത്തിൽ നിന്നും മോചനം നേടാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ വീഡിയോ പൂർണ്ണമായും കണ്ടു നോക്കുക. നിങ്ങൾ ചെലവാക്കിയ സമയം ഒരിക്കലും വെറുതെ ആവില്ല. ആദ്യം വീട്ടിൽ തന്നെ ചെയ്യാവുന്ന കുറച്ച് കാര്യങ്ങൾ നോക്കാം. നിങ്ങളുടെ ഭർത്താവോ മകനോ അച്ഛനോ ആരുമായിക്കൊള്ളട്ടെ, സ്വമനസ്സാൽ മദ്യപാനം ഉപേക്ഷിക്കില്ല എന്ന് ഉറപ്പുണ്ടെങ്കിൽ അവരറിയാതെ തന്നെ ചെയ്യാവുന്ന ആർക്കും ദോഷമുണ്ടാക്കാത്ത ചില പരിഹാര മാർഗങ്ങളാണ് ഇനി പറയുന്നത്. ഒന്നാമതായി, കൊടുക്കുന്ന ഭക്ഷണത്തിലോ വെള്ളത്തിലോ ചായയിലോ ഒക്കെ തുളസിയില ചേർത്ത് നൽകുക എന്നതാണ്. ഇത് വളരെ സിമ്പിളായ ഒരു കാര്യമാണ്. നിലവിളക്ക് തെളിയിക്കുമ്പോൾ ഒരു പാത്രത്തിലോ കിണ്ടിയിലോ കുറച്ച് തുളസിയില ഇട്ട് വയ്ക്കുക വെള്ളത്തിൽ. മഹാവിഷ്ണു, ലക്ഷ്മി ദേവി, സുബ്രഹ്മണ്യൻ എന്നിവരെ മനസ്സിൽ ധ്യാനിച്ച് എൻ്റെ ഭർത്താവിൻ്റെ സകല അനാവശ്യ ആസക്തികളും ഇല്ലാതാക്കി തരണേ എന്ന് 3 പ്രാവശ്യം പ്രാർത്ഥിക്കുക. ശേഷം ഇതിൽ നിന്നും ഒരു തുള്ളി ജലം ആഹാര സാധനങ്ങൾ കലർത്തി കുടിക്കാൻ നൽകുക. മത്സ്യമാംസാദികളോടൊപ്പം ഇവ ഒരിക്കലും കഴിക്കാൻ നൽകരുത് എന്ന കാര്യം ഓർക്കുക. തുളസി ഒരു സാത്വിക ഔഷധമായതിനാൽ ഇത് ശാരീരികമായും മാനസികവുമായ ശുദ്ധി വർദ്ധിപ്പിക്കും. ദുർബല മനസ്സിനെ ശക്തിപ്പെടുത്തുകയും ശരീരത്തിൻ്റെ ചിന്തകളെ വിശുദ്ധമാക്കുകയും ചെയ്യും. അതിനാൽ തന്നെ തുളസി വ്യസനങ്ങളിൽ നിന്നും മനസ്സിനെ അകറ്റി നിർത്തി ആത്മസങ്കല്പം ശക്തിപ്പെടുത്തും. മദ്യം മനസ്സിൻ്റെ ഒരു മോഹ വലയം മാത്രമാണ്. അതിൽ നിന്ന് മോചിതനാകാൻ മനസ്സിനെ കെട്ടിപ്പടുക്കേണ്ടതുണ്ട്. തുളസിയിലയോടൊപ്പം ഈശ്വര കടാക്ഷവും ഭാര്യയുടെ, മകളുടെ അല്ലെങ്കിൽ സഹോദരിയുടെ പ്രാർത്ഥനയും സ്നേഹവും ചേർത്ത് നൽകിയാൽ ഉറപ്പായും ഒരു മാറ്റമുണ്ടാകും. രണ്ടാമതായുള്ള ഒരു മാർഗം ചന്ദ്രദേവനെ സംതൃപ്തിപ്പെടുത്തുക എന്നുള്ളതാണ്. ഇതിനായി ശുദ്ധമായ ഒരു സ്ഫടിക കുപ്പിയിൽ 3/4 ഭാഗം ശുദ്ധമായ ജലമെടുത്ത് അതിൽ സ്വർണ്ണാഭരണമോ വെള്ളി വസ്തുക്കളോ ഇടുക. ശേഷം ഇതുമായി ത്രിസന്ധ്യാ സമയം ചന്ദ്രദേവനെ നോക്കി പ്രാർത്ഥിക്കുക. തുളസി തീർത്ഥം കൊടുത്ത പോലെ തന്നെ 1-2 തുള്ളി ഭക്ഷണത്തിൽ ചേർത്ത് കൊടുക്കാൻ ശ്രമിക്കുക. സ്വർണ്ണാഭരണം നിങ്ങൾ നിലവിൽ ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്നതാവാൻ പാടില്ല. സൂക്ഷിച്ചു വെച്ചിട്ടുള്ള ആഭരണങ്ങൾ ഉപയോഗിക്കുന്നതിൽ തെറ്റില്ല. ഇങ്ങനെ സ്വർണ്ണാഭരണങ്ങൾ ലഭ്യമല്ലാത്തവർ ഒരു വെള്ളി പൊട്ടോ മറ്റോ സംഘടിപ്പിച്ചാലും മതിയാവും. കുറഞ്ഞ പൈസയ്ക്ക് ഇത് വാങ്ങാൻ ലഭിക്കും. ശനിദേവനെ പ്രീതിപ്പെടുത്താനായി ശനിയാഴ്ച ദിവസം കറുത്ത ഉഴുന്നുകൊണ്ട് വടയുണ്ടാക്കി കാക്കകൾക്ക് നൽകുക. കറുത്ത തുണിയിൽ അല്പം ഉഴുന്ന് പൊതിഞ്ഞ് വീടിൻ്റെ വടക്കേ കോണിൽ സൂക്ഷിക്കുന്നതും ഉത്തമമാണ്. ശനിയാഴ്ച ദിവസങ്ങൾ കറുത്ത ഉൽപ്പന്നങ്ങൾ ദാനം ചെയ്യുന്നതും ശനി പ്രീതിക്ക് കാരണമാകും. ഇത്രയുമൊക്കെ മദ്യം കഴിക്കുന്ന ആൾ അറിയാതെ തന്നെ നമുക്ക് ചെയ്യാൻ കഴിയുന്ന പരിഹാര മാർഗങ്ങളാണ്. ഇതേ പരിഹാര മാർഗങ്ങൾ മദ്യം കഴിക്കുന്ന ആളുടെ സമ്മതത്തോടു കൂടി നമുക്ക് ചെയ്യാൻ കഴിയും. അതാണ് കൂടുതൽ ഉത്തമവും. പൂർണ്ണ പിന്തുണ ആളിൽ നിന്ന് ലഭിക്കുമെന്ന് നിങ്ങൾക്ക് ഉറപ്പില്ല എങ്കിൽ മാത്രം ഈ രീതി സ്വീകരിച്ചാൽ മതി. മറ്റു ചില പരിഹാര മാർഗങ്ങൾ കൂടി പറയാം. ശനിയാഴ്ച ശിവക്ഷേത്രങ്ങളിൽ പൂജകൾ ചെയ്യുക, നാഗദൈവങ്ങളെ ആരാധിച്ച് 100 പാലം നൽകുക, വിഷ്ണു സഹസ്രനാമം ചൊല്ലുക, ജപമാല ഉപയോഗിച്ച് പ്രാർത്ഥിക്കുക, സുബ്രഹ്മണ്യ ക്ഷേത്ര ദർശനം നടത്തി വഴിപാടുകൾ കഴിക്കുക, ലളിത സഹസ്രനാമം ഉരുവിടുക തുടങ്ങിയവ ഇതിന് ഉത്തമമായ പരിഹാര മാർഗങ്ങളാണ്. ഈ ആസക്തിയിൽ നിന്നും എന്നെ ഒഴിവാക്കണമേ എന്ന് പ്രാർത്ഥന മാത്രമായിരിക്കണം പറഞ്ഞ കാര്യങ്ങൾ ചെയ്യുമ്പോൾ മനസ്സിലുണ്ടാവേണ്ടത്. എപ്പോഴും മദ്യപാനിയെ കുറ്റപ്പെടുത്തുക എന്ന പതിവ് പ്രവണത കൂടി കൂടെയുള്ള ആൾ ഉപേക്ഷിക്കാൻ ശ്രമിക്കണം. അയാളുടെ തെറ്റ് മാത്രമല്ല അത് എന്ന് മറ്റുള്ളവരും മനസ്സിലാക്കുക. ജന്മനാ തന്നെ ഇങ്ങനെ ഒരു ദോഷവുമായി ജനിച്ച ആൾ അതിനുവേണ്ട പരിഹാരങ്ങൾ ചെയ്യുന്നില്ല എങ്കിൽ എങ്ങനെ നേരെ വരും? പരിഹാരങ്ങൾ ചെയ്യുക എന്നത് മാത്രമാണ് ഇതിന് വഴി. പൂർണ്ണമായും ആസക്തിയിൽ ആണ്ടുപോയ ഒരാളെ സംബന്ധിച്ച് മറ്റൊരാളുടെ പിന്തുണ കൂടിയേ തീരൂ എന്ന് ഓർക്കുക. പ്രാർത്ഥനയും സ്നേഹവും പരിഹാരങ്ങളും സമം ചാലിച്ച് പുതിയൊരു ജീവിതം ഇങ്ങനെയുള്ളവർക്ക് നൽകാൻ നിങ്ങൾക്ക് കഴിയട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു.